സൃഷ്ടിപ്പിൻ്റെ പ്രമാണം പറയുന്നത് ഈ ലോകത്തിലെ സന്തോഷങ്ങളും സുഖങ്ങളും ദൈവത്തിൽ നിന്നുള്ള ദാനമായതിനാൽ സ്തോത്രത്തോടെ അവയെ ആസ്വദിക്കണം എന്നത്രേ. ഭക്ഷണപദാർത്ഥങ്ങളെ ത്യജിക്കണമെന്ന് ബൈബിൾ എങ്ങും പറയുന്നില്ല. അത് നല്ലതാകുന്നു എന്നാണ് പഠിപ്പിക്കുന്നത്. താങ്കൾ ഭക്ഷിക്കുന്ന ഭക്ഷണത്തിന് ദൈവത്തിന് നന്ദി കരേറ്റുവാൻ കഴിയുന്നുവെങ്കിൽ അത് താങ്കളുടെ ശരീരത്തിൽ വിശുദ്ധീകരിക്കപ്പെടുന്നു. ജീവസന്ദേശത്തിലേക്ക് സ്വാഗതം. വ്യാജാത്മാക്കളും ഭൂതങ്ങളുടെ ഉപദേശങ്ങളും ദൈവസഭയ്ക്ക് ഉണ്ടാക്കുന്ന നഷ്ടം എല്ലാ കാലത്തും വലുതാണ്. ഇത്തരം ഉപദേശങ്ങൾ ഉറപ്പിക്കുവാനായി വ്യാജ ആത്മാക്കളുടെ സഹായമുള്ളതിനാൽ ദൈവജനം വഞ്ചിക്കപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്തരക്കാരെ തിരിച്ചറിയുവാനും അകറ്റി നിർത്തുവാനും ദൈവവചനത്തിലെ ഉപദേശ സത്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ് ദൈവജനത്തിനുണ്ടായിരിക്കണം. ദൈവവചനത്തിലെ ഉപദേശ സത്യങ്ങളുടെ പഠനം ദൈവസഭയ്ക്കുള്ളിൽ ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത നാം തിരിച്ചറിയേണ്ടത് ഇവിടെയാണ്. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. പ്രാദേശിക സഭയുടെ ക്രമമാണ് വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിലെ വിഷയമെന്ന് നാം കാണുകയുണ്ടായി. സഭയിൽ അധ്യക്ഷന്മാരുടെ യോഗ്യതകളും ശുശ്രൂഷകന്മാരുടെ യോഗ്യതകളും എന്തായിരിക്കണമെന്ന് 3-ാം അധ്യായത്തിൽ നാം കണ്ടു കഴിഞ്ഞു. ഇനിയും 4-ാം അധ്യായത്തിൽ സഭയുടെ വിശ്വാസത്യാഗമാണ് വിഷയം, അതായത് വിശ്വാസത്തെ ത്യജിക്കുന്നത്. 4-ാം അധ്യായം 1-ാം വാക്യം ഞാൻ വായിക്കട്ടെ. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു. കഴിഞ്ഞ അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യത്തിൽ നാം പഠിച്ച വിശ്വാസ പ്രമാണവുമായി എത്ര വലിയ ഒരു വിപരീതത്വമാകുന്നു ഇവിടെ നാം കാണുന്നത്. സഭയ്ക്കുള്ളിലെ വിശ്വാസത്യാഗത്തെക്കുറിച്ച് പൗലോസ് ഇനിയും ചർച്ച ചെയ്യുവാൻ പോകുകയാണ്. എന്നാൽ ഭാവി കാലത്ത് എന്ന് പൗലോസ് പറഞ്ഞിട്ട് ആരംഭിക്കുകയാണ്. ഇത് സഭയുടെ ഭൂമിയിലെ അവസാന നാളുകളെ അല്ല ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഇത് പൗലോസിന് ശേഷമുള്ള സഭയുടെ കാലത്തെയാണ് പൗലോസ് ഉദ്ദേശിക്കുന്നത് എന്നത്ര ഞാൻ മനസ്സിലാക്കുന്നത്. വിശ്വാസത്യാഗം ആ സമയത്ത് തന്നെ ആരംഭിച്ചതായിരുന്നു, അതായത് പൗലോസിൻ്റെ സമയത്തിന് ശേഷം തന്നെ ആരംഭിച്ചതായിരുന്നു. ആടിൻ്റെ വേഷത്തിൽ ചെന്നായി വന്ന് വിശ്വാസികളെ തെറ്റിക്കുമെന്ന് പൗലോസ് എഫെസോസിലായിരുന്നപ്പോൾ തന്നെ അവിടുത്തെ മൂപ്പന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയത് ഓർക്കുന്നുവല്ലോ. യോഹന്നാൻ പറഞ്ഞത് ഇപ്പോൾ തന്നെ എതിർക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുന്നു എന്നത്രേ. ഈ ദുരുപദേശം ഈ പറഞ്ഞ സമയത്ത് തന്നെ സഭയിൽ കടന്നിരുന്നു. വടക്കേ ആഫ്രിക്കൻ സഭയായ കോപ്റ്റിക് സഭ അനേകം ഉന്നതരായ ആളുകളെ സഭയ്ക്ക് പ്രദാനം ചെയ്ത ഒരു സഭയാണ്. അഗസ്റ്റിൻ, തെർത്തുല്യൻ, അഥനേഷ്യസ് എന്നീ വിശുദ്ധന്മാരെ സഭയ്ക്ക് ദാനം ചെയ്തതായിട്ടുള്ള ഒന്നാന്തര സഭ. എന്നാൽ പിന്നീട് അത് ദുരുപദേശത്തിൽ വീണു. ഭാവി കാലമെന്ന് പൗലോസ് ഇവിടെ പറയുമ്പോൾ അവൻ ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിനെ ഉദ്ദേശിച്ചുകൊണ്ടേ അല്ല പറയുന്നത്. എന്നാൽ തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക എന്ന് പൗലോസ് പറയുമ്പോൾ അത് കർത്താവായ യേശു വന്ന് സഭയെ ഈ ഭൂമിയിൽ നിന്നും ചേർക്കുന്നതിന് തൊട്ടു മുൻപുള്ള ആ കാലത്തെ സൂചിപ്പിക്കുന്നതിനായി പൗലോസ് സാധാരണയായി ഉപയോഗിക്കാറുള്ള പ്രയോഗമാകുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അന്ത്യകാലം, അതായത് ഭാവി കാലം എന്ന് ഇവിടെ പറയുമ്പോൾ അത് ഇന്നിനെ, അതെ, നമ്മുടെ കാലത്തെ ഉദ്ദേശിച്ചാണ്. തൻ്റെ കാലത്തിന് ശേഷം സഭയിൽ വരുവാൻ പോകുന്നത് എന്താണ് എന്ന് പൗലോസ് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. ചിലർ വിശ്വാസം ത്യജിക്കും. പൗലോസ് നൽകുന്ന മുന്നറിയിപ്പ് ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടായിരിക്കും എന്നതാണ്. അവർ വലിയ കൂട്ടം ജനങ്ങളെ വഴിതെറ്റിക്കും. വിശ്വാസത്തിൽ നിന്നും അനേകർ മാറിപ്പോകും.
വരുവാനുള്ള വിശ്വാസത്യാഗത്തെക്കുറിച്ച് തെസലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിലും പൗലോസ് എഴുതിയിട്ടുണ്ട്. വാസ്തവത്തിൽ വിശ്വാസത്തിൽ നിന്നും മാറിപ്പോകുന്ന ഈ വിഷയം സഭയിൽ അനേകം നാളുകളായിട്ടുള്ളതാണ്. അന്ത്യകാലത്ത് അതൊരു പുതുമയൊന്നും അല്ലായിരിക്കും. അത് തുടർന്നും വളർന്നുകൊണ്ടേയിരിക്കും. ക്രിസ്തുവിൻ്റെ സഭ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ ഈ ഭൂമിയിൽ കാണുന്ന സഭ വിശ്വാസം ത്യജിച്ച സംഘടിത സഭയായിരിക്കും. ഇന്നത്തെ പോലെ തന്നെ കാര്യങ്ങൾ അന്നും നടന്നുകൊണ്ടിരിക്കും. ഞാൻ ഉദ്ദേശിച്ചത് സഭയായി. ത്യജിക്കുക എന്നതിൻ്റെ ഗ്രീക്കിലുള്ള പദത്തിൻ്റെ അർത്ഥം മാറി നിൽക്കുക എന്നത്രേ. എന്തെങ്കിലും ത്യജിക്കുക എന്നാൽ വിട്ടുപോരുന്ന എന്തെങ്കിലും മാത്രമല്ല, എന്തിലേക്കെങ്കിലും ചേരുകയും കൂടിയാകുന്നു. വിശ്വാസത്യാഗം ചെയ്യുന്നവർ ഒരിക്കൽ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊള്ളാം എന്ന് വിളിച്ചു പറഞ്ഞവരാണ്. എന്നാൽ ഇപ്പോൾ അതിൽ നിന്നും മാറിപ്പോയി. വിജാതീയ മതങ്ങളിൽ വിശ്വാസത്യാഗം സാധ്യമല്ല. കാരണം അവർ ഒരിക്കലും അവരുടെ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് നടന്നിട്ടില്ല. തങ്ങളുടെ രക്ഷകനായി ക്രിസ്തുവിനെ അവർ ഏറ്റുപറഞ്ഞിട്ടില്ല. അവർ അവനെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. അവർക്കിടയിൽ വിശ്വാസത്യാഗം എന്നൊന്ന് സാധ്യമല്ല. വിശ്വാസത്യാഗം സംഭവിക്കുന്നത് സംഘടിത സഭയ്ക്കുള്ളിലാണ്. വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് നടന്നതിന് ശേഷം അതിൽ നിന്നും മാറിപ്പോകുന്ന ആളുകൾ. ഇവിടെ വ്യാജാത്മാക്കളെ ആശ്രയിച്ച് എന്ന് നാം വായിക്കുന്നു. അവർ വിശ്വാസം വിട്ടുപോകുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? അവർ വിട്ടുപോകുവാൻ കാരണമായത് എന്താണ്? അവർ കൂടുതൽ പഠിച്ചതുകൊണ്ടാണോ? കൂടുതൽ ബുദ്ധിശാലികളായതിനാലാണോ? ശാസ്ത്രീയ പുരോഗമനം കൊണ്ടും വർദ്ധിച്ച അറിവ് കൊണ്ടുമാണോ അവർ വിശ്വാസം ത്യജിച്ചത്? അല്ല, ഇതൊന്നുമല്ല. പൗലോസ് പറയുന്നത് ചിലർ വ്യാജാത്മാക്കളെ ആശ്രയിച്ച് വിശ്വാസം ത്യജിക്കുമെന്നത്രേ. വ്യാജാത്മാക്കൾ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ പിൻപിൽ സാത്താനാകുന്നു എന്ന്. അവനാണല്ലോ കള്ളൻ. ഈ പറയുന്ന ആളുകൾ സാത്താന്യ ആത്മാക്കൾക്ക് ചെവി കൊടുക്കും. പിന്നെ പറയുന്നു ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും എന്ന്. ആളുകൾ ഭൂതങ്ങളുടെ ഉപദേശങ്ങൾക്ക് ചെവി കൊടുക്കും. ഈ കാര്യം ഈ ആധുനിക യുഗത്തിലും നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുകയല്ലാതെ എന്ത് ചെയ്യും? ഇന്നത് കൂടിയിരിക്കുക. ചാത്തൻ സേവയും ഭൂതസേവയും കൊണ്ടൊക്കെ കാര്യങ്ങൾ നേടിക്കൊടുക്കാമെന്നുള്ള വാഗ്ദാനങ്ങളുമായി എത്രയെത്ര ആളുകൾ ഇന്നിറങ്ങിയിട്ടുണ്ട്. വലിയ വലിയ രോഗശാന്തി പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്ന പലരും ഭൂതസേവയിലൂടെയാണ് അത് ചെയ്യുന്നത് എന്ന് അവരെ അടുത്തറിയാവുന്ന അനേകരും പറഞ്ഞു കേൾക്കാറുണ്ട്. ഏതായാലും ഈ ഭൂതസേവയ്ക്ക് ഈ കാലങ്ങളിൽ വളരെയേറെ പ്രചാരം ലഭിച്ചിട്ടുണ്ട്. അന്ധരായി അതിൻ്റെ പിൻപേ പോകുന്നവർ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. ഈ അത്ഭുത പ്രവർത്തകരൊക്കെ 100% ദൈവവചനത്തിനനുസരിച്ചാണോ പ്രവർത്തിക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അടിസ്ഥാനപരമായി തെറ്റിയവരിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുകയില്ല എന്ന കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കണം. യേശുവിൻ്റെ നാമം പറഞ്ഞതുകൊണ്ട് മാത്രം ദൈവനാമ മഹത്വം ഉണ്ടാകണമെന്നില്ല. ആ നാമത്തിൽ ഇറങ്ങിയിട്ടുള്ള അനേകരെയും കർത്താവ് പോലും അറിയുന്നില്ല എന്ന് ദൈവവചനം വളരെ തെളിവായി പറയുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ ലേഖനം 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വിശ്വാസികളോട് പറഞ്ഞിരിക്കുന്നത് ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവീൻ എന്നത്രേ. കാരണം ലോകത്തിലേക്ക് ഈ വ്യാജാത്മാക്കൾ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. അവരെ ശോധന ചെയ്യേണ്ടത് തിമോത്തിയോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന സത്യം കൊണ്ട് വേണം. എന്താണ് ആ സത്യം? അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. രക്ഷയ്ക്കുള്ള ഒരേ ഒരു മാർഗം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ മാത്രമാണ്. ഈ സത്യം കൊണ്ട് ഭൂതങ്ങളുടെ ഉപദേശങ്ങളെ ഇന്നും നമുക്ക് ശോധന ചെയ്യാവുന്നതാണ്. ഭൂതസേവയിൽ വളരെയേറെ ഊന്നൽ കൊടുക്കുന്ന ചില ക്രിസ്ത്യാനികളുണ്ട്. അവർ യഥാർത്ഥ വിശ്വാസികളാകുന്നു എന്നാണ് പറയുന്നത്. അവർ ഈ വിഷയത്തിൽ അമിത തൽപരരാണ്. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട എല്ലാ പുസ്തകങ്ങളും മാസികകളും വായിക്കുകയും ചെയ്യും. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ദൈവ പൈതൽ ഈ കാര്യത്തിൽ ഒട്ടും താല്പര്യം കാണിക്കാതിരിക്കുന്നതാണ് ബുദ്ധി. ഒരു പരീക്ഷണത്തിന് വേണ്ടി പോലും ആ കൂട്ടത്തിൽ കൂടാതിരിക്കുക. നമ്മുടെ പല പട്ടണങ്ങളിലും ഭൂതസേവ ഇന്ന് സാധാരണയായി കഴിഞ്ഞു.
സാത്താനെ ആരാധിക്കുന്നത് ഇന്ന് വളരെ പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഭൂതങ്ങളുടെ ഉപദേശങ്ങളാൽ മയങ്ങിപ്പോകരുതെന്ന് പൗലോസ് മുന്നറിയിപ്പ് നൽകുന്നു. അതിൽ നിന്നും എത്രയും അകന്നു നിൽക്കാമോ അത്രയും അകന്നു നിൽക്കുക. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ അവർ അംഗീകരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ അവരെ അളക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക, അത്രമാത്രം. ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടതിനാൽ അവൻ്റെ ക്രൂശിലെ മരണത്താൽ വീണ്ടെടുപ്പ് അവൻ നമുക്ക് നൽകിത്തന്നു. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ ദൈവപൈതലും സാത്താൻ്റെ വഞ്ചനയിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 4-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. അവർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്യുന്നു. വിശ്വാസം വിട്ടുപോകുന്ന ആളുകൾ വളരെ ഭക്തരെ പോലെ അഭിനയിക്കും. തങ്ങൾക്കേതോ പ്രത്യേകതയുള്ളതുപോലെ സംസാരിക്കുകയും അഭിനയിക്കുകയും ചെയ്യുന്ന ഈ വിശുദ്ധന്മാരെ പലപ്പോഴും സംശയത്തോടെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എൻ്റെ ഹൃദയം അവരോട് യോജിക്കാറില്ല. അവരുടെ വീമ്പിളക്കൽ തന്നെ അരോചകമാണ്. അവരെക്കുറിച്ചുള്ള പബ്ലിസിറ്റി ഭയങ്കരം തന്നെ. അതൊന്നും അവരറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തെ മീറ്റിംഗ് കഴിയുമ്പോഴെങ്കിലും അറിയണമല്ലോ. പ്രിയ സുഹൃത്തെ, താങ്കളിൽ സത്യമുണ്ടെങ്കിൽ അത് താങ്കളെ കൂടുതൽ കൂടുതൽ താഴ്മയുള്ള വ്യക്തിയാക്കുന്നു. കൂടുതൽ കൂടുതൽ വിനയത്തിലേക്ക് അത് താങ്കളെ നയിക്കും. കാരണം സത്യം അറിയുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ആദ്യം മനസ്സിലാക്കുന്നത് തനിക്ക് എത്ര കുറച്ച് മാത്രമാണ് അറിവുള്ളത് എന്നത്രേ. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പലപ്പോഴും എനിക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യം അതാകുന്നു. ബൈബിളിൽ എനിക്ക് ഒട്ടും അറിവില്ലല്ലോ എന്നാണ് ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കുന്നത്. പലരുടെയും പ്രാഗൽഭ്യം കാണുമ്പോൾ ഞാൻ കൊതിച്ചു പോകാറുണ്ട്. എന്നാൽ കൂടുതൽ പഠിക്കും തോറും നമ്മുടെ അറിവ് തീരെ കുറവാകുന്നു എന്നാണ് ഒരു ദൈവവൈതലിന് തോന്നുക. എന്നാൽ സകലതും അറിയാവുന്നതുപോലെ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നവർ എത്ര വലിയ അബദ്ധമാണ് കാണിക്കുന്നത്. തങ്ങൾ അല്ലാത്തതെന്തോ ആകുന്നു എന്നവർ അഭിനയിക്കുന്നു. തീർച്ചയായും ദൈവവചനത്തിന് ചേരാത്ത മനോഭാവമാകുന്നു ഈ പറഞ്ഞത്. അവർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി. ഈ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നാം കണ്ടത് കാണപ്പെടുന്ന സഭയുടെ സവിശേഷതകൾ വിശ്വാസം, സ്നേഹം, നല്ല മനസാക്ഷി എന്നിവ ആയിരിക്കണമെന്നത്രേ. നാം മനസ്സലിവുള്ള ആളുകളായിരിക്കണം, മറ്റുള്ളവരെ കരുതുന്നവർ. ഇത് വല്ലാതെ തഴമ്പിച്ച മനസാക്ഷിയാണ്. ഇന്ന് പല സഭകളിലും നടക്കുന്ന കാര്യങ്ങൾ തഴമ്പിച്ച മനസാക്ഷി ഉള്ളവർക്ക് മാത്രമേ അംഗീകരിക്കുവാൻ കഴിയൂ. പല സഭകളിലും ലൈംഗികതയെക്കുറിച്ച് പറയുന്നതും കേൾക്കുന്നതും ദൈവവചനം അല്പമെങ്കിലും അംഗീകരിക്കുന്ന ആരും കേൾക്കുവാൻ പോലും ഇഷ്ടപ്പെടുന്ന വിധത്തിലല്ല. എന്നാൽ തഴമ്പിച്ച മനസാക്ഷി ഉള്ളവർക്ക് എവിടെ ഏശാനാണ്? സഭയ്ക്ക് ലോലമായ ഒരു മനസാക്ഷി ഉണ്ടായിരിക്കണമെന്നുള്ളത് ദൈവോദ്ദേശമാകുന്നു. സഭ സമൂഹത്തിൽ ഈ പറഞ്ഞതുപോലെ താണ നിലവാരം പുലർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല സുഹൃത്തെ. അവർ ചെയ്യുന്ന വേലകൾ എന്തൊക്കെയാണെന്ന് ഇനിയും പറഞ്ഞിരിക്കുന്നു. ഈ വിശ്വാസം ത്യജിച്ച കൂട്ടർ, അവർ ക്രിസ്തുവിൻ്റെ കാലത്ത് പോലും യഹൂദ വിശ്വാസത്തിൽ നിന്ന് ദുരുപദേശങ്ങളിലേക്ക്, പ്രത്യയശാസ്ത്രങ്ങളിലേക്ക് പോകുന്ന അനേകർ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ കാലത്ത് എന്തെങ്കിലും പുതുമയല്ല, നാളുകളായി ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. അവർ ചെയ്യുന്നത് വിവാഹം വിലക്കുകയും, ക്രിസ്തുവിൻ്റെ സമയത്ത് ചാവുകടലിൻ്റെ അടുത്ത് എസീൻസ് എന്നറിയപ്പെടുന്ന ഒരു കൂട്ടറുണ്ടായിരുന്നു. ക്രിസ്തുമാർഗം വന്നപ്പോൾ അവർ അതിനോട് ചേർന്നു. അവരുടെ കൂട്ടത്തിൻ്റെ നിയമമായിരുന്നു ബ്രഹ്മചര്യം. അത് അടിച്ചേൽപ്പിക്കുവാൻ അവർ ശ്രമിച്ചു. ഇത് സഭയിൽ എല്ലാ കാലത്തും ഏതെങ്കിലുമൊക്കെ കൂട്ടങ്ങൾ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥ ആത്മീയതയ്ക്ക് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു വ്യവസ്ഥയായി സന്യാസം ദുരുപദേഷ്ടാക്കന്മാർ കൊണ്ടുവന്നു. ഞാൻ വീണ്ടും പറയട്ടെ, യഥാർത്ഥ ആത്മീയതയ്ക്ക് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു വ്യവസ്ഥയായി സന്യാസം അല്ലെങ്കിൽ ബ്രഹ്മചര്യം ദുരുപദേഷ്ടാക്കന്മാർ സഭയിൽ കൊണ്ടുവന്നു. തങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചില ക്രിസ്തുവിശ്വാസികൾക്ക് സന്യാസം ഒരു ഉപാധിയായി തോന്നാറുണ്ട്.
ദൈവഭക്തിയിൽ വളരുന്നതിന് സഹായകമായ എന്തിനെങ്കിലും വേണ്ടി അവർ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള അന്വേഷണത്തിൽ സന്യാസവും ഒരു മാർഗമായി അവർ കണ്ടെന്നു വന്നേക്കാം. തങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് ലൈംഗികത, ആഹാരം, വസ്ത്രം എന്നിവയോടുള്ള ഭ്രമമാകുന്നു എന്ന് ഈ ചഞ്ചല ഹൃദയർ തീരുമാനിക്കും. അങ്ങനെ അവർ ഈ ദുഷിച്ച ചിന്തകളിൽ നിന്നും, അവരുടെ കണക്കുകൂട്ടലിൽ ദുഷിച്ച ചിന്ത, അതിൽ നിന്ന് അകന്ന് ഏറ്റവും ഉയർന്ന ആത്മികത എന്ന് അവർ ചിന്തിക്കുന്ന സന്യാസത്തിലേക്ക് എടുത്തു ചാടും. തങ്ങളാകുന്നു ആത്മീയതയുടെ ഉന്നതിയിലെത്തിയവരെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അവരുടെ പരാജയം ഹൃദയത്തെ എപ്പോഴും കുത്തിക്കൊണ്ടിരിക്കും. ഈ ഒഴിഞ്ഞുമാറൽ കൊണ്ട് ഒന്നും ഭക്തിയിൽ വളരുവാൻ കഴിയില്ല എന്നവർ അധികം താമസിക്കാതെ മനസ്സിലാക്കും. പലപ്പോഴും അവർ പിന്നെ വീണിടത്ത് കിടന്ന് ഉരുളുന്നൊരു മനോഭാവം മാത്രമാണ് കാണിക്കുന്നത്. വിജയിക്കാമെന്ന് കണ്ടാണ് എടുത്തു ചാടിയത്. പക്ഷേ അവിടെയും വിജയിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ മറ്റുള്ളവരെ അതിലേക്ക് വലിച്ചിഴയ്ക്കുവാൻ അവർ ശ്രമിക്കുന്നു. ഈ സഭ മാറിപ്പോകുന്ന ഒരു നല്ല കൂട്ടം ആളുകൾക്കും ഇതുതന്നെയാണ് പ്രശ്നം. ഇവിടെ പറയുന്നു, ഭോജ്യങ്ങളെ വർജിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്യും എന്ന്. ദൈവവചനത്തിലെങ്ങും പറഞ്ഞിട്ടില്ലാത്ത ചില നിയമങ്ങളും ചട്ടങ്ങളും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. തങ്ങളുടെ ഭക്ഷണം വെടിയുന്നതിനാൽ ദൈവസന്നിധിയിൽ കൂടുതൽ സാധ്യത അവർക്ക് ലഭിക്കുമെന്നാണ് അവർ കരുതുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തേ, താങ്കൾ തെറ്റായ വിധത്തിലുള്ള ഭക്ഷണം കഴിച്ചാൽ വയറുവേദന ഉണ്ടാകുമെന്നുള്ളത് സത്യം തന്നെ, അല്ലെങ്കിൽ വയറിളക്കമുണ്ടാകും. എന്നാൽ അത് താങ്കളുടെ ആത്മീയ ജീവിതവുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണെന്ന് ഓർക്കണം. സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം നൽകിയ ഈ ഭോജ്യങ്ങളെ വർജിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നവരെയാണ് ഒഴിഞ്ഞു പോകേണ്ടത്. ഈ കാലത്ത് ഇങ്ങനെയുള്ള അനേകരുണ്ട്. അതാണ് പൗലോസ് പറഞ്ഞതും, പലതും വർജിച്ചതുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിൽ ആത്മീയത കൂടി എന്ന് ചിന്തിക്കുന്നവർ. താങ്കളുടെ ആത്മീയ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്നവയെ വർജിക്കണം. വേണ്ട എന്ന് പറഞ്ഞില്ല, എന്നാൽ ഈ വർജിച്ചത് കൊണ്ടാകുന്നു ആത്മീയത കൂടുന്നത് എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. എന്നെ ശ്രദ്ധിക്കുന്നതായ ഓരോ പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളും ദൈവവുമായിട്ടുള്ള ബന്ധമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ബന്ധത്തിന് തടസ്സമായി നിൽക്കുന്നവ വർജിക്കണം. എന്നാൽ ദൈവം എന്തിനാണത് തന്നത് എന്നോർക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതാണ് പൗലോസ് 4-5 വാക്യങ്ങളിൽ പറയുന്നത്. അവിടെ പറയുന്നു, എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയെല്ലാം നല്ലത് സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതല്ല, ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നുവല്ലോ. ദൈവവചനം ഭക്ഷണപദാർത്ഥങ്ങളെ ത്യജിക്കണമെന്നല്ല നമ്മെ പഠിപ്പിക്കുന്നത്, അത് നല്ലതാകുന്നു എന്നാണ് പഠിപ്പിക്കുന്നത്. താങ്കൾ ഭക്ഷിക്കുന്ന ഭക്ഷണത്തിന് ദൈവത്തിന് നന്ദി കരയറ്റുവാൻ കഴിയുന്നുവെങ്കിൽ അത് താങ്കളുടെ ശരീരത്തിൽ വിശുദ്ധീകരിക്കപ്പെടുന്നു, സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ എന്ന് നാം വായിക്കുന്നു. ചില ആഹാരത്തിന് നന്ദി പറയുവാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഞാനത് കഴിച്ച് ശീലിച്ചിട്ടുള്ളതല്ല. ഞാൻ ചില ആഹാരം കഴിച്ചാൽ ശരിക്കും കഷ്ടപ്പെടേണ്ടി വരും എന്നെനിക്കറിയാം. അവയ്ക്കായി നന്ദി പറയുവാൻ കഴിയില്ല. ചില ഭക്ഷണങ്ങൾ ഞാൻ ഇഷ്ടപ്പെടുന്നതല്ല, എന്നാൽ സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ ഒരു കുഴപ്പവുമില്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇവിടുത്തെ അർത്ഥം ഇതിനൊക്കെ ആവശ്യമില്ലാത്ത നിയമങ്ങൾ കൊണ്ടുവരേണ്ടതില്ല എന്നും മാത്രമാണ്. സൃഷ്ടിയുടെ ഉപദേശവുമായി ഒരിക്കലും പൊരുത്തപ്പെടാത്തതാണ് ഈ സന്യാസം എന്ന് പൗലോസ് വാദിക്കുന്നു. പൗലോസ് പറയുന്നത്, ഈ ദുരുപദേഷ്ടാക്കന്മാർ വിലക്കുന്ന ആഹാരപദാർത്ഥങ്ങൾ സ്തോത്രത്തോടെ അനുഭവിക്കുവാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചതാകുന്നു എന്നത്രേ. ഇതിനെ വിലക്കുന്നവർ പറയുന്നത് ഈ ഭൗമിക സുഖങ്ങളൊക്കെ ആത്മീയതയ്ക്ക് തടസ്സമായതിനാൽ അതൊക്കെ ഉപേക്ഷിക്കണം എന്നത്രേ. എന്നാൽ സൃഷ്ടിപ്പിൻ്റെ പ്രമാണം പറയുന്നത് ഈ ലോകത്തിലെ സന്തോഷങ്ങളും സുഖങ്ങളും ദൈവത്തിൽ നിന്നുള്ള ദാനമായതിനാൽ സ്തോത്രത്തോടെ അവയെ ആസ്വദിക്കണം എന്നത്രേ. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഉദാഹരണത്തിന് സന്യാസവൃത്തി സ്വീകരിച്ചിരിക്കുന്നവർ പറയും, പ്രത്യുൽപാദനത്തിനും സ്വാഭാവിക ലൈംഗിക താല്പര്യങ്ങളുടെ സംതൃപ്തിക്കും വേണ്ടിയുള്ള ഒരു ലൈസൻസ് ആകുന്നു വിവാഹമെന്ന്. താങ്കൾ ആത്മീയതയിൽ ഉയർന്നുയർന്നു പോകുമ്പോൾ ഈ താല്പര്യങ്ങളെ വളരെ കുറച്ച് മാത്രം പരിപോഷിപ്പിച്ചാൽ മതിയാകും. മാത്രമല്ല,
പക്വതയാൽ അവയെ മൊത്തത്തിൽ ഉപേക്ഷിക്കുവാൻ കഴിയും എന്നവർ പറയുന്നു. എന്നാൽ സൃഷ്ടിപ്പിൻ്റെ പ്രമാണം പറയുന്നത് വിവാഹമെന്നത് മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സുന്ദരമായ പ്ലാനിലുള്ള ഒന്നാകുന്നു എന്നത്രേ. ലൈംഗികതയും സുഹൃത്ത് ബന്ധവും സ്തോത്രത്തോടുകൂടി അനുഭവിക്കുവാൻ ദൈവം ഉദ്ദേശിച്ച അതിമനോഹരങ്ങളായ ദാനങ്ങളാണ്. അതെ, ഏറ്റവും അധികം ആത്മീയർക്ക് പോലും ആസ്വദിക്കുവാൻ കൊള്ളാവുന്ന വിധത്തിൽ ദൈവം നൽകിയ ദാനമത്രേ ഇത്. ഈ ദാനങ്ങളെ തള്ളിക്കളയുന്നവൻ വാസ്തവത്തിൽ അവയുടെ സൃഷ്ടാവിനെയാണ് ത്യജിക്കുന്നത്. പലപ്പോഴും അനേകരിലും ഇത് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. ഒന്നുകിൽ പുറമേ നിന്നുള്ള അടിച്ചേൽപ്പിക്കൽ, അല്ല എങ്കിൽ ഏതെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി സ്വയം അടിച്ചേൽപ്പിക്കുന്നു. ആ വിളിയുള്ളവർ മാത്രമേ, അല്ലെങ്കിൽ അതിനുവേണ്ടി ദൈവം തിരഞ്ഞെടുത്തിട്ടുള്ളവർ മാത്രമേ അക്കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കുവാൻ പാടുള്ളൂ എന്ന് സുവിശേഷത്തിൽ യേശു കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു പരിവ്രാജകന് ക്രിസ്തീയത്വം ഒരു ആത്മീയ മതം മാത്രമാണ്. എന്നാൽ ബൈബിൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ദൈവ പൈതലിന് ക്രിസ്തീയത്വം ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലേക്കും ഇറങ്ങിച്ചെല്ലുന്നതാണ്. അതിൽ ആത്മീയം ഉൾപ്പെടുന്നു, അതേസമയം തന്നെ ഭൗമികവും വൈകാരികവുമായതെല്ലാം അതിൽ ഉൾപ്പെടുന്നു. ദൈവം ജീവൻ സൃഷ്ടിച്ചപ്പോൾ ഇതെല്ലാം സൃഷ്ടിച്ചു എന്നോർക്കണം. ഇതൊക്കെ ദൈവത്തിൻ്റെ സൃഷ്ടിയാകുന്നു. മനുഷ്യൻ അതിനെ വഷളാക്കി എന്നത് വാസ്തവമാണ്. എന്നാൽ ദൈവം ആഗ്രഹിച്ച വിധം, ദൈവം വെച്ച പ്രമാണങ്ങൾക്കനുസരിച്ച് നാം അവയെ ഉപയോഗിക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് അനുഗ്രഹമാണ്. അങ്ങനെ ഉപയോഗിക്കുവാൻ, അങ്ങനെ ആസ്വദിക്കുവാൻ ദൈവം തന്നിട്ടുള്ളതാണ് ഇതൊക്കെ എന്നത്രേ ദൈവവചനം പഠിപ്പിക്കുന്നത്. ദൈവത്തിൽ നിന്നുള്ള ഭൗതിക ദാനങ്ങൾ ന്യായമായതാകുന്നു എന്ന് 5-ാം വാക്യത്തിൽ നാം കണ്ടു. അതിൻ്റെ കാരണം പറയുന്നത് ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നുവല്ലോ എന്നത്രേ. ഒരു പരിവ്രാജകൻ അല്ലെങ്കിൽ സന്യാസി എന്ന് തന്നെ പറയാം, അങ്ങനെയുള്ള ഒരാൾ പറയുന്നത് നാം ജഡത്തെ നശിപ്പിക്കണമെന്നത്രേ. ഭോഗവാദി പറയുന്നത് നാം ജഡത്തെ ആവശ്യം പോലെ ആസ്വദിക്കണം, പരിപോഷിപ്പിക്കണമെന്നത്രേ. അതുകൊണ്ട് തന്നെ സകല പ്രമാണങ്ങളെയും കാറ്റിൽ പറത്തി അവൻ ജഡത്തിൽ ഉഴവടിയുകയാണ്. അതാണ് അവൻ്റെ മതം. ജഡം പറയുന്നതാണ് അവന് വലുത്. ജഡത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഏത് പ്രമാണവും തള്ളിക്കളയുവാൻ അവൻ തയ്യാറാണ്. എന്നാൽ ബൈബിൾ അനുസരിക്കുന്ന ഒരു ക്രിസ്തു വിശ്വാസി പറയുന്നത് നാം ജഡത്തെ ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കണമെന്നത്രേ. എത്ര മനോഹരമായിരിക്കുന്നില്ലേ? ജഡത്തെ വിശുദ്ധീകരിക്കുക എന്നാൽ നാം നമ്മുടെ ജഡത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അവിടുത്തെ ഹിതപ്രകാരം അവൻ നമ്മെ നയിക്കേണ്ടതിനായി ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. ജഡം ദൈവഹിതം നിറവേറ്റുന്നതിനുള്ള ഒരു മുഖാന്തരമായി തീരും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം നമുക്ക് തന്നിട്ടുള്ള ഈ ദാനങ്ങൾ ദൈവനാമം മഹത്വപ്പെടുന്നതിനുള്ള ഒരു മുഖാന്തരമാകും. ജഡം ഉപയോഗിക്കുവാൻ കഴിയുന്ന ഏറ്റവും നല്ല മാർഗം അതായിരിക്കും. കാരണം ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ളതാണ്. വിശുദ്ധ പൗലോസ് പറയുന്നത് ദൈവത്തിൻ്റെ ദാനം പ്രാർത്ഥനയാൽ വിശുദ്ധീകരിക്കപ്പെടണമെന്നത്രേ. അതിൻ്റെ അർത്ഥം ദൈവം നൽകിയ ഭൗതിക ദാനങ്ങളെ നാം പ്രാർത്ഥനയോടെ ഉപയോഗിക്കണം എന്നത്രേ. അത് അനേകരും മറന്നുപോകുന്നു. ഭക്ഷണത്തിന് മുൻപ് നാം പ്രാർത്ഥിക്കാറുണ്ട്. ഇന്ന് അനേകരും അത് അത്ര പ്രധാനപ്പെട്ടതായി കാണുന്നില്ല എന്നത് പരിതാപകരം തന്നെ. എല്ലാ ദാനങ്ങൾക്കുമായി നാം ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ സ്വന്തം പ്രയത്നങ്ങൾ കൊണ്ട് നേടിയെടുത്തത് എന്ന് നാം ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലും ദൈവം നമുക്ക് തന്നതുകൊണ്ടല്ലേ ലഭിച്ചത്? നാം എത്രമാത്രം അശക്തരാണ്. കൃഷി ചെയ്തു, ശരിയാണ്, നാം അധ്വാനിച്ചതാണ്. എന്നാൽ വിപരീതമായ കാലാവസ്ഥയുണ്ടായി എങ്കിൽ നമ്മുടെ മിടുക്കുകൊണ്ട് എന്തെങ്കിലും നേടുവാൻ കഴിയുമായിരുന്നു. നാം പഠിച്ചു, വളരെ നല്ല കാര്യം. എന്നാൽ പരീക്ഷയുടെ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായി എങ്കിൽ, രോഗം ബാധിച്ചിരുന്നു എങ്കിൽ വിജയിക്കുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ലഭിച്ചതായിട്ടുള്ള എല്ലാ നന്മകളും ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കണം. വളരെയധികം കഷ്ടപ്പെട്ട് ജോലി എടുത്തത് കൊണ്ടാകുന്നു നമുക്ക് പണമുണ്ടായത്, സമ്പത്തുണ്ടായത് എന്നത് വാസ്തവമാണ്. എന്നാൽ അതും ദൈവത്തിൻ്റെ ദാനമാകുന്നു എന്ന് മനസ്സിലാക്കുന്നതാണ് ഒരു ദൈവ പൈതലിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഓരോന്നുകൊണ്ടും നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം, പ്രാർത്ഥനയാൽ വിശുദ്ധീകരിക്കപ്പെടണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ജീവിതം. അങ്ങനൊരു ജീവിതത്തിനായി
നിങ്ങളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാം അനുഭവിക്കുന്ന ഭൗതിക നന്മകൾ നമ്മുടെ ആത്മീയതയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതിൽ നാം വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. നമ്മുടെ ആത്മീയതയെ ബാധിക്കുന്ന വിഷയങ്ങളെ വിവേചിച്ചറിഞ്ഞ് കൈകാര്യം ചെയ്യേണ്ടത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യമാകുന്നു. അപ്പോൾ തന്നെ സ്തോത്രത്തോടുകൂടി നാം അനുഭവിക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നാം ബോധവാന്മാരായിരിക്കണം. പൈശാചികമായ ഉപദേശങ്ങൾ ഈ വക കാര്യങ്ങളിൽ നുഴഞ്ഞു കയറുവാൻ സാധ്യതയുള്ളതിനാൽ നാം ശ്രദ്ധാലുക്കളായിരിക്കേണ്ടത് ആവശ്യമാണ്.